കോക്ക കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. വെരി ഇമ്പോർട്ടന്റ് നമ്പർ ഇൻ ബിസിനസ്. കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാൻ, കിട്ടാൻ, ലഭിക്കാൻ, കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എത്ര രൂപ ചെലവാക്കുന്നു? ഒരു കസ്റ്റമറെ കിട്ടാൻ എത്ര രൂപ ചെലവാക്കുന്നു? ഈ നമ്പർ അറിയത്തില്ലെങ്കിൽ യു ഡോണ്ട് നോ യുവർ ബിസിനസ്. നിങ്ങളൊരു ഊഹ കച്ചവടത്തിലാണ് നടക്കുന്നത്. കോക്ക എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ് കോക്ക? കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. എന്താണെന്നറിയോ? ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്ലസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കസ്റ്റമർ. Total cost of marketing department plus total cost of sales department divided by number of customer. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ ഇവിടെ 10,000 രൂപ ഇട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു. 10,000 രൂപ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നറിയോ? ഈ ഒരു മാസത്തെ ക്യാമ്പയിന് മാർക്കറ്റിംഗിലെ സാലറി മാത്രം 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 3 ലക്ഷം രൂപ. മാർക്കറ്റിംഗ് ക്യാമ്പയിന് വേണ്ടി മാത്രം 2 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. ആഡിഡ് ഈ 3 ലക്ഷം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമുണ്ട്, ഇതിൻ്റെ അകത്ത് വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് സെറ്റപ്പ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് ബില്ലുണ്ട്, ഇന്റർനെറ്റ് ചാർജ് ഉണ്ട്, എല്ലാം ഉണ്ടേ. ഈ ഒരു വെബിനാറിന്റെ പരസ്യത്തിന്റെ കാര്യം പറയുന്നത്. ഇനി സെയിൽസുകാര് 3 ലക്ഷം രൂപ സാലറി ഒരു മാസത്തെ അവരുടെ ബേസിക് പ്ലസ് അവരുടെ ഈ പറഞ്ഞ ഓഫീസ് എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഡിവൈഡഡ് ബൈ ഈ വെബിനാറിൽ 100 പേര് വന്നിട്ടുണ്ട് എന്നിരിക്കട്ടെ. എങ്കിൽ 3 ലക്ഷം പ്ലസ് 3 ലക്ഷം പ്ലസ് 2 ലക്ഷം 8 ലക്ഷം ഡിവൈഡഡ് ബൈ 100, വിച്ച് മീൻസ് ഒരു കസ്റ്റമറെ എനിക്ക് കിട്ടാൻ, ശ്രദ്ധിച്ച് കേട്ടോണം, 8,000 രൂപ ചെലവായി. ഇതുവരെ നിങ്ങൾ എന്താ ചിന്തിച്ചോണ്ടിരുന്നത്? എന്തുവരെ ഇത് എല്ലാ മാസവും വെബിനാർ നടത്തുന്നു, 100 പേര് വരുന്നു, 100 പേര് വരുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടുന്നു. എന്ത് നല്ല പരിപാടി. 10,000 രൂപ നിങ്ങൾ തന്നപ്പോ എനിക്ക് സെയിൽസ് ആൻഡ് നിങ്ങളെ ഇവിടെ എത്തിക്കാൻ വേണ്ടി 8,000 രൂപ ചെലവായെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇനി ഇത് ഓൺലൈൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടുത്തെ ഇന്റർനെറ്റും കറണ്ടും റെന്റും മാത്രം കൂട്ടിയാൽ മതി. ഇതൊരു ഫിസിക്കൽ പ്രോഗ്രാം ആണെങ്കിലോ, ഹോട്ടൽ എക്സ്പെൻസ്, സ്റ്റേജ്, ക്യാമറ, നിങ്ങളുടെ 3 നേരത്തെ ആഹാരം, എന്റെ ട്രാവലിംഗ് എക്സ്പെൻസ്. 10,000 രൂപയുടെ പരിപാടി നടത്തണമെങ്കിൽ 10,000 രൂപ ഞാൻ കയ്യിൽ നിന്ന് ഇറക്കണം. എന്റെ ചോദ്യം നിങ്ങളുടെ അടുത്താ, നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന കാശൊക്കെ എവിടാ പോന്നേന്നറിയോ? ഇതായിരിക്കുന്നത്. ഇന്ന് വരെ കണക്ക് കൂട്ടിയിട്ടുണ്ടോ ഇത് എത്രയാണെന്ന്? അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. ഈ വന്നിരിക്കുന്ന 100 പേരുണ്ടല്ലോ, ഇതിന്റെ അകത്തുനിന്ന് എത്ര പേരെ അടുത്ത കിങ്സ് ക്ലബിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു? അതാണ് എന്റെ ഇൻകം, അതാണ് എന്റെ പ്രോഫിറ്റ്. ഇവിടുന്ന് 50 പേരെ എനിക്ക് കിങ്സ് ക്ലബിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ അവരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വെച്ചാണ് ഞാൻ മേടിക്കുന്നത്, വിച്ച് മീൻസ് 1 കോടി രൂപ. ഇതാണ് എന്റെ ലാഭം. ഇത് നേടാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ സെയിൽസോ മാർക്കറ്റിങ്ങോ കമ്പനിയോ അതിന്റെ എഫിഷ്യൻസിയോ കൊണ്ടോ അല്ല, എന്റെ ക്ലോസിംഗ് സ്കിൽ. അടുത്ത 3 ദിവസം കൊണ്ട് നിങ്ങളെ കൺവിൻസ് ചെയ്ത് ഞാൻ കിങ്സ് ക്ലബിലേക്ക് ക്ലോസ് ചെയ്യും. അതെന്റെ സ്കിൽ, എന്റെ ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് സ്കിൽ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു തവണ വരുന്ന കസ്റ്റമറെ അപ്പോ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന കസ്റ്റമർ നഷ്ടമാണ് നമുക്ക്. 10,000 രൂപ തന്നപ്പോ നിങ്ങൾ എന്താ വിചാരിച്ചു? ഓൺലൈൻ വെബിനാറിന് എന്തിനാ 10,000 രൂപ? ദിസ് 10,000 ബിസിനസ് ഈസ് എ ലോസ് മേക്കിംഗ് കമ്പനി. ഈ കണക്ക് നോക്കത്തില്ല. എന്താണെന്നറിയോ? സത്യങ്ങൾ വിളിച്ചു പറയും കണക്ക്. കഥയില്ലല്ലോ, കണക്കിൽ കഥയില്ലല്ലോ. ആ സത്യം കേൾക്കാനുള്ള ത്രാണി നമുക്കില്ല. ഇപ്പം ഒരു സ്റ്റാഫ് 10 ലീഡ്സ് വന്നു അവർക്ക്. ആ 10ന്റെ അകത്ത് ഒരെണ്ണേ കൺവേർട്ട് ആയുള്ളൂ. 9 ലീഡ്സ് നഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത്. 9 ലീഡ്സ് അല്ല, ഞാൻ എന്റെ കണക്ക് പറയാം.
8,000 രൂപ വെച്ച് 9 പേർക്ക് പോയപ്പോ 1,80,000 രൂപ എനിക്ക് നഷ്ടം വന്നു എന്നുള്ളതാണ് കണക്ക്. 9 ലീഡ്സ് അവക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതല്ല, 1,80,000 രൂപ എനിക്ക് നഷ്ടം. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ മാർക്കറ്റിംഗ് ആണ്. ഒന്നെങ്കിൽ മാർക്കറ്റിംഗ് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല, ഇല്ലെങ്കിൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ ലാഭം മുഴുവൻ തിന്നോണ്ടിരിക്കും.